ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപോസ്. നാളത്തെ +2 പരീക്ഷ ബിസിനസ് സ്റ്റഡീസ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനേജ്മെൻറ്റ്. വാട്ട് ഈസ് മാനേജ്മെൻറ്റ്? എന്താണ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഈസ് എ ഇൻഡിവിജ്വൽ or a group of individuals that accept responsibilities to run an organization. They plan, organize, direct, control all activities of the organization to achieve the objective of the organization. Okay, this is management. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. Then next, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? പ്രധാനമായിട്ടും 7 സവിശേഷതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് ആണ്. ദെൻ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവാണ്. മാനേജ്മെൻറ്റ് ഈസ് ഓൾ പവേഴ്സീവ്. ആൻഡ് തേർഡ് വൺ, മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ ആണ്. ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനലാണ്. ഓക്കെ, അതായത് ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. ദാറ്റ് ഹാസ് 3 മെയിൻ ഡയമെൻഷൻസ്. 3 പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ മൾട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പം ആ മൾട്ടി ഡയമെൻഷൻ ആ പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന് മാനേജ്മെൻറ്റ് ഓഫ് വർക്കാണ്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, then management of operations. Okay, then നാലാമത്തെ characteristics, നാലാമത്തേത് management is a continuous process. Okay, then next one, management is group activity. then the activity ആണ് group activity ആണ്. then sixth one, management is a dynamic function. seventh one, management is an intangible force. ഈ 7 പോയിന്റ്സ് പഠിച്ചു വെക്കുക. പോയിന്റ്സ് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ പിന്നെ നിങ്ങൾക്ക് എഴുതാം. ദ നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. പ്രധാനമായിട്ടും 3 ഒബ്ജക്റ്റീവ്സ് ആണ്. 1 ഓർഗനൈസേഷണൽ, 2 സോഷ്യൽ, 3 പേഴ്സണൽ. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കണം. ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണെന്നും പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്താണെന്നും ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം. ഫസ്റ്റ് പോയിന്റ്, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾ. ഓക്കെ, ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. then management create a dynamic organization. ഒരു ഡൈനാമിക് ഓർഗനൈസേഷനെയാണ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. then management helps in achieving personal objectives. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കൂടെ അച്ചീവ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. then fourth, management helps in the development of society. സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇത് സഹായകമാകും. ഓക്കെ, അപ്പോൾ ഈ 4 ഇമ്പോർട്ടൻസ്, മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മിക്കവാറും ചോദിച്ച ചോദ്യമാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതുപോലെ മാനേജ്മെൻറ്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറയാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഹാസ് എലമെൻറ്റ്സ് ഓഫ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട എലമെൻറ്റ്സ്, അതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ചിലപ്പം ചോദിച്ചേക്കാം. ദെൻ പിന്നെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഒന്ന് ടോപ്പ് ലെവലാണ്. ടോപ്പ് ലെവലിൽ CEO, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ്സ്. ദെൻ മിഡിൽ ലെവൽ HOD ആണ്, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആണ് അല്ലേ. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്, ജൂനിയർ എക്സിക്യൂട്ടീവ്സ് ആണ് അവിടെ വരുന്നത്. ദെൻ വർക്കേഴ്സ് ആണ് ലോവർ ലെവലിൽ, ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇത് ഏറ്റവും താഴെ ലെവലിലുള്ള ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ടോപ്പ് മാനേജ്മെന്റ് എന്താണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? അതുപോലെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഫങ്ഷൻസ് ഓഫ്
മെയിൻ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ചോദിക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, ടു ഫോർമുലേറ്റ് ഓവറോൾ ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദെയർ അച്ചീവ്മെന്റ്. ദെൻ സെക്കൻഡ് വൺ, ടു ഫ്രെയിം പ്ലാൻ ആൻഡ് പോളിസീസ് ടു അച്ചീവ് സെറ്റ് ഒബ്ജക്റ്റീവ്സ്. Then third, to coordinate the activities of different departments. Then to analyze the business environment and its implications for the survival of the firm. The last, to assemble or arrange resources such as men, money, and machine to achieve the desired goals. Then one more, liaison with the outside group. Okay, these are the important functions of management. അപ്പോൾ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഷുവർ ആയിട്ടും പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ചുമതലകൾ. ഓക്കെ, അത് നമ്മൾ ആ ഒരു ഡയഗ്രാം പോലെ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിട്ടുണ്ട്. അതുപോലെ വരച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ചുമതലകൾ. പ്രധാനമായിട്ടും മാനേജ്മെന്റിന്റെ ചുമതലകൾ: ഒന്ന്, പ്ലാനിംഗ് ആണ്. രണ്ട്, ഓർഗനൈസിംഗ് ആണ്. മൂന്ന്, സ്റ്റാഫിംഗ്. ദെൻ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുക, നന്നായിട്ട് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ആ പോയിന്റ് എങ്കിലും എഴുതാൻ പറ്റണം. ഓക്കെ, പിന്നെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്, വൈ കോർഡിനേഷൻ ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കോർഡിനേഷൻ ഈസ് നീഡഡ് ടു പെർഫോം ഓൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? അത്യാവശ്യമാണ്. മാനേജ്മെന്റിൽ കോർഡിനേഷൻ വളരെ അത്യാവശ്യമാണ്. പ്ലാനിങ്ങിന് ആവശ്യമാണ്. ഇൻ പ്ലാനിങ്, ഇൻ ഓർഗനൈസിങ്, ഇൻ സ്റ്റാഫിംഗ്, ഇൻ ഡയറക്റ്റിംഗ് ഫങ്ഷൻ, ഇൻ കൺട്രോളിംഗ് ഫങ്ഷൻ. ഓക്കെ, അപ്പം അതൊക്കെ നോക്കുക. പിന്നെയുണ്ട് കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അതിലുള്ളത് 3 ലെവലാണ്, അത് നോക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ്. ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, ടൈലറെ പറ്റിയുള്ള ആ ഒരു ഡീറ്റെയിൽസ് പഠിക്കുക. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആരാണെന്ന് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. എന്താണ്? ടൈലർ ആണ്. അതുപോലെ ഷോപ്പ് മാനേജ്മെന്റ്, പീസ് റേറ്റ് സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ഈ പുസ്തകങ്ങൾ ഓർക്കുക. ഇതെല്ലാം ആരുടെ വർക്കാണ്? ആര് പബ്ലിഷ് ചെയ്തതാണ്? ടൈലർ പബ്ലിഷ് ചെയ്തതാണ്. അതുപോലെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്, he emphasized on adoption of scientific method to problems of management നാണ്. then scientific management എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സയന്റിഫിക് മാനേജ്മെന്റ് ടൈലറുടെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു FW ടൈലർ, സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ് നോവിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ദ ചീപ്പസ്റ്റ് വേ. ഓക്കെ, ദിസ് ഇസ് സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ആ പ്രിൻസിപ്പിൾ പഠിക്കണം. ചിലപ്പോൾ എസ്സേ ആയിട്ടൊക്കെ ഇത് വരാം കേട്ടോ. ഓഫ് തമ്പ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ദെൻ ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഫോർത്ത് പ്രിൻസിപ്പിൾ. ഈ 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ പഠിക്കുക. എക്സ്പ്ലനേഷൻ എല്ലാം പറയാൻ നിന്ന് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. എന്നാൽ തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. ഓക്കെ, പിന്നെ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, സയന്റിഫിക് മാനേജിന്റെ ടെക്നിക്സും കൂടെ നോക്കുക. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ? ഒന്ന്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി ആൻഡ് ഡിഫറൻഷ്യൽ പീസ് വെയ്ജ് സിസ്റ്റം. അപ്പം ഇതൊക്കെ ഞാൻ വൺ വേർഡ് ആയിട്ടും കണ്ടാൽ ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ്? ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സ് ആണെന്നും കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ഇത് ചിലപ്പോൾ
മാർക്ക് എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ അതും ജസ്റ്റ് നോക്കി വെക്കുക. അതിൽ നിന്ന് ചിലപ്പം 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്താണെന്ന് ചിലപ്പം 2 or 3 മാർക്കിന് ചോദിക്കാം. സെക്കൻഡ് പ്രിൻസിപ്പിൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. തേർഡ് പ്രിൻസിപ്പിൾ ഡിസിപ്ലിൻ ആണ്. ഫോർത്ത് പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ യൂണിറ്റി ഓഫ് കമാൻഡും എന്തായിട്ട് വരാറുണ്ട്? ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്, അഥവാ 2-3 മാർക്കിന് വരാം. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇത്രയാണ്. ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. 8th one സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. 9th one സ്കാലാർ ചെയിൻ. ഓക്കെ. ഇങ്ങനെ 9 പ്രിൻസിപ്പിൾസ് ആണ് ഹെൻറി ഫയോൾ. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക. ഇത് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ ആണെന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും എഴുതാൻ. ഓക്കെ. അപ്പം സ്കാലാർ ചെയിനും അതുപോലെ 3 മാർക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയോൾ. അപ്പം എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മാനേജ്മെന്റ് എന്താന്നൊക്കെ എഴുതിയിട്ട് പിന്നെ ഫയോളിനെ കുറിച്ച് എഴുതുക. അത് കഴിഞ്ഞിട്ട് 14 പ്രിൻസിപ്പിൾ പോയിന്റ് ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുക ചോദിക്കുകയാണെങ്കിൽ. അല്ല ഇതിനകത്തുനിന്ന് ഷോർട്ട് ആൻസർ ചോദിക്കാം, 6 മാർക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം. പ്രിൻസിപ്പിൾ മാത്രം എഴുതാനായിട്ടും ചിലപ്പം ചോദിക്കാം. ഓക്കെ. ക്കും കൂടെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം 6 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ 14 പ്രിൻസിപ്പിളും അറ്റ്ലീസ്റ്റ് ഈ 14 പ്രിൻസിപ്പിൾസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഓക്കെ. ബാക്കി മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. തേർഡ് ഡിസിപ്ലിൻ. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, remuneration of employees, then centralization and decentralization, scalar chain. Scalar chain ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ, ദെൻ എക്വിറ്റിയും അങ്ങനെ ചോദിക്കാം. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ദെൻ ഇനിഷ്യേറ്റീവ്, എസ്പിരിറ്റ് ഡി കോഡ്. ഓക്കെ. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. ചിലപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയാണ് 14 പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾസ് ബൈ ഹാർട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ആരുടെ? ഫയോൾ അല്ലേ? ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. അതുപോലെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഗാങ് പ്ലാങ്ക് ഇസ് റിലേറ്റഡ് ടു ഹൂം? ഗാങ് പ്ലാങ്ക് എന്താണെന്നൊന്ന് നോക്കുക. ദെൻ ഗാങ് പ്ലാങ്ക് എന്ന ആ ഒരു ടേം, ആ ഒരു കൺസെപ്റ്റ് ആരുടേതാണ്? ആരുമായി ബന്ധപ്പെട്ടതാണ്? ഹെൻറി ഫയോളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക കേട്ടോ. ചിലപ്പം 1 വേർഡ് ആയിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് 1-2 ചാപ്റ്റേഴ്സ് ഇന്ന് നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബാക്കി ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.